പ്രേക്ഷകർ അറിവിലേക്ക് ഇതിപ്പോൾ എന്താണ് ഈ കമ്പനി കാര്യം നമ്മൾ വ്യക്തിയുടെ കാര്യം പറയുന്നത് പോലെയല്ല. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ശമ്പളം കിട്ടുന്നതിന് ടാക്സ് പിടിച്ചു പോകുന്നുണ്ട്, അത് ടാക്സ് അങ്ങനെ പിടിച്ചു പോകില്ല. പക്ഷേ കമ്പനി കാര്യം വരുമ്പോഴേക്കും, കമ്പനിയുടെ കാര്യം വരുമ്പോഴേക്കും വരവ് ചെലവ് എന്ന രണ്ട് ഫാക്ടറികൾ, വരവിൽ നിന്നും കമ്പനിക്കുള്ള ചെലവ് കഴിച്ചുള്ള വരുമാനത്തിനാണ് ടാക്സ് അടയ്ക്കുക. അപ്പോൾ ഇവർ പറഞ്ഞത് ഈ 135 കോടി രൂപ ഇത്തരത്തിൽ പല ആൾക്കാരെ കൊടുത്തു, അതുകൊണ്ട് അത് ചിലവാണെന്ന് പറഞ്ഞു. അപ്പോൾ ആണ് ഇൻഡസ്ട്രി സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നത് അത് ചിലവല്ല, അത് നിങ്ങൾ ചിലവൊന്ന് വരുത്തിയതാണ്, നിങ്ങളുടെ ലാഭം തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ 135 കോടിയുടെ ആനുപാതികമായ ടാക്സ്, 135 കോടി മൊത്തം ടാക്സ് അടക്കണമെന്നുമല്ല, 135 കോടിക്ക് ആനുപാതികമായ ടാക്സ് അടക്കണമെന്ന് പറഞ്ഞു. അവർ ടാക്സ് അടച്ചു. അതോടെ ഇൻ്ററിയം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പരിപാടി കഴിഞ്ഞു. കാരണം അവരുടെ ജോലി അത് മാത്രമേ ഉള്ളൂ. ഞാൻ ശ്രീ മുസ്തഫയിലേക്ക് മറുപടി കേൾക്കും. അതിനു മുമ്പ് ശ്രീ വി പി ശ്രീവന്ദനാഭൻ, ഇവിടെ ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ED അയച്ചത് 4ാമത്തെ നോട്ടീസാണ് കേട്ടോ. അപ്പോൾ കെജ്രിവാൾ നല്ല മൈൻഡ് ചെയ്യുന്നതിൽ ഗോവയ്ക്ക് പോവുകയാണ്. അതിനു മുൻപ് അശോക് ഗെഹ്ലോട്ടിൻ്റെ മകൻ ഡി കെ ശിവകുമാറിൻ്റെ മകൾ ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു മുഖ്യമന്ത്രി ആരായിരുന്നു, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. അങ്ങനെ നാട്ട് മുഴുവൻ ED നോട്ടീസ് അയക്കുന്ന ഒരു കാലത്ത് ഇവിടെ സ്വർണ്ണക്കടത്തിൽ ഏത് ഓഫീസാണ് നമ്മൾക്കെല്ലാം അറിയാം എന്ന് സാക്ഷാൽ പ്രധാനമന്ത്രി വന്നതെന്ന് പറയും. പക്ഷേ ആ ഓഫീസിലേക്ക് ഒരു നോട്ടീസോ ഒരു കുറി എഴുതിയ 4 ചോദ്യമോ പോലും പോവില്ല. ഇവിടെ ED അല്ലെങ്കിൽ CBI അന്വേഷണം വേണമെന്ന് ROC പറയും. പക്ഷേ അത് കമ്പനികാര്യ മന്ത്രാലയത്തേക്ക് വിടുകയുള്ളൂ. അബിൻ വർക്കിയുടെ പാർട്ടി ഇത് നിങ്ങളും CPM തമ്മിലുള്ള നഗ്നമായ ഒത്തുകളിയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ വസ്തുതകൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കുക, ശ്രീ ശ്രീവന്ദനാഭൻ? ഞങ്ങൾക്കിതിൽ എന്ത് പ്രതിരോധിക്കാനാ? പ്രതിരോധിക്കേണ്ടതൊക്കെ എക്സാലോജിക്കിൻ്റെ ആ ഉടമസ്ഥന്മാരല്ലേ. ഞാൻ ഒരു സംഗതി വായിക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാം. ദി സർവീസ് ലെവൽ എഗ്രീമെൻറ്റ് ബിറ്റ്വീൻ എക്സാലോജിക് ആൻഡ് CMRL ഷോഡ് ദാറ്റ് the software services were to be given only through company. So how come Veena, the director of Exalogic Solutions Private Limited, received 55 lakhs from CMRL in an individual capacity? The ROC said the POSER was based on reports available in the public domain, episode of IT interim settlement report. Veena was asked to explain whether she was providing services in an individual capacity other than through Exalogic Solutions. ഇവിടെ അങ്ങനെ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കമ്പനി മാത്രമല്ല പൈസ വാങ്ങിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപ കമ്പനിക്കും 3 ലക്ഷം രൂപ ആ വ്യക്തിക്കും കൊടുത്തിട്ടുണ്ട് മാസം. അപ്പോൾ 55 ലക്ഷം രൂപ ആ വ്യക്തി മാസം വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഗുരുതരമായ ഒരു വിഷയമായി വരാൻ സാധ്യതയുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് ഏതൊരു ഓഫീസിലെ കേന്ദ്രീകരിച്ചിട്ടാണ് നേരത്തെ പ്രശ്നം ഉണ്ടായത്? ആ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ ജയിലിൽ കിടന്നത്? അല്ലേ? ആ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലേ ജയിലിൽ കിടന്നത്? അവിടെ നിൽക്കട്ടെ. പിന്നെ ഒത്തുകളി, ആര് തമ്മിൽ ഒത്തുകളി? ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും അതിലെ ഘടകകക്ഷിയായ CPM തമ്മിലുള്ള ഒത്തുകളിയെ പറ്റിയിട്ടല്ലേ സംസാരിക്കേണ്ടത്? ഭാരതീയ ജനതാ പാർട്ടിയെ ഇന്ത്യയിലെ അധികാര സ്ഥാനത്ത് ഇറക്കി വിടാൻ വേണ്ടി ഉണ്ടാക്കിയ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും അതിലെ ഒരു ചെറിയ ഘടകകക്ഷി CPM-ഉം. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ട് വരുന്നത് BJP സർക്കാരിൻ്റെ കീഴിലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ? ഇപ്പോൾ ROC ഈ അന്വേഷണം നടത്തിയ അതിഗുരുതരമായ കണ്ടെത്തലുകൾ, അതായത് വ്യക്തിപരമായി പോലും പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കണ്ടെത്തലുകൾ നടത്തിയ ROC കമ്പനി ലോ ബോർഡിൻ്റെ കീഴിലല്ലേ, കമ്പനി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലല്ലേ? അതിൻ്റെ മന്ത്രി നിർമ്മല സീതാരാമൻ അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ EDയോ CBIയോ അന്വേഷിക്കണമെന്ന് അവർ ശുപാർശ ചെയ്തിരിക്കുന്നു. അതിൽ തീരുമാനമെടുക്കേണ്ടത് BJP സർക്കാരിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളല്ലേ? നിങ്ങൾ കാത്തിരിക്കൂ. അരവിന്ദ് കെജ്രിവാളിന് 4 തവണ സമൻസ് അയച്ചു. അരവിന്ദ് കെജ്രിവാൾ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ 1 തവണ ചോദ്യം ചെയ്തതാണ്. ഇനിയും ചില ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാനുണ്ട്. അയാൾ വളരെ പരിഹാസ്യമായ രീതിയിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ ഇതേ കോൺഗ്രസിൻ്റെ ഡൽഹി യൂണിറ്റ് പ്രതിഷേധിക്കും. കാരണം ഇപ്പോൾ അവിടെ സഖ്യം വന്നിരിക്കുന്നു. 3 സീറ്റ് കോൺഗ്രസിനും 4 സീറ്റ് ആപ്പിനും അല്ലേ? പഞ്ചാബിൽ സഖ്യം വരുന്നു. ഇന്ത്യ മുന്നണിക്കാരൊക്കെ പ്രതികരിക്കില്ലേ ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്? അപ്പോൾ നിയമപരമായ നടപടികൾ തുടരുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് ക്ലോസ് ചെയ്തില്ലല്ലോ. അയാൾക്ക് ഇന്ന് ഹാജരാവാൻ നോട്ടീസ് കൊടുത്ത ദിവസമാണ്. ധിക്കാരപരമായി പെരുമാറി അങ്ങൊരു ഗോവയിലേക്ക് പോയിരിക്കുക. നേരത്തെ മധ്യപ്രദേശ് ഇലക്ഷന് പോകാനുണ്ടെന്നാണ് പറഞ്ഞത്. മധ്യപ്രദേശിൽ നോട്ടേക്കാൾ പിറകിൽ, എത്രയോ പിറകിൽ. നമ്മുടെ വിഷയമല്ല, ഞാൻ ചോദ്യം അതായിരുന്നു. അവിടെ 3 മന്ത്രിമാർ ജയിലിലാണ്. അവിടെ 3 മന്ത്രിമാർ ജയിലിലാണ്. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി മതിൽ ചാടിക്കടന്ന് രാജ്യരാമൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇപ്പൊ താങ്കൾ പറയുകയാണ് മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു PR ശിവശങ്കർ അറസ്റ്റിലായല്ലോ. അറസ്റ്റിലായ കഥ, അദ്ദേഹത്തിന്റെ ചുമത്തിയ വകുപ്പുകൾ, അദ്ദേഹത്തിന്റെ ജാമ്യമൊക്കെ കേരള സമക്ഷം അറിയാം. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ജൂലൈയിൽ പിടിച്ച ആ കേസിൽ ഇപ്പോഴും
ആ ലോക്കറിലുള്ള പൈസ ഉണ്ടല്ലോ, ആ പൈസ സ്വർണ്ണക്കടത്തിൻ്റെ പൈസയാണോ ലൈഫ് മിഷൻ്റെ കിക്ക് ബാക്ക് ആണോ എന്ന് പോലും അറിയാതെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തതയില്ല കേട്ടോ ശ്രീധരൻ. പിന്നെ ഏതോ കാലത്ത് നിങ്ങൾ ഇപ്പോൾ അപ്പോൾ പറയും നാഷണൽ അവാർഡ് എത്ര വർഷം വന്നോട്ടെ, ഇനി 50 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ആ കാസിൽ വ്യക്തത വരട്ടെ പത്മനാഭൻ. അതുകൊണ്ട് എല്ലാം അങ്ങ് നേരായ വഴിക്ക് എല്ലാം ഗംഭീരമായി പോകുന്നു എന്ന് വാദിച്ച ആളല്ലേ? അല്ലല്ല, ഞാൻ ഒരു ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ. ഏതെങ്കിലും വ്യക്തിക്കെതിരെയുള്ള നിയമ നടപടി അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ താങ്കൾ പറയുന്നത് കാലതാമസമാണ്. വൈറ്റ് കോളർ ഒഫൻസസ് ആണ്, അതിബുദ്ധിമാന്മാരായ കുറ്റവാളികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ്. തെരുവിൽ മദ്യപിച്ച് അടിയുണ്ടാക്കുന്നവർ ചെയ്യുന്ന കുറ്റകൃത്യമല്ല. അതിബുദ്ധിമാന്മാരായ മുതിർന്ന അഭിഭാഷകരെ കണ്ട് ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് പഴുതുകൾ കണ്ടെത്താൻ ശേഷിയുള്ള ബുദ്ധിമാൻ, വിദ്യാഭ്യാസമുള്ള, ബുദ്ധിപരമായ ഔന്നത്യമുള്ള, സാമ്പത്തികമായ ഔന്നത്യമുള്ള, ചട്ടങ്ങളും നിയമങ്ങളെ പറ്റി അറിവും ബോധവുമുള്ള ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ ഇതിന്റെ പ്രൊസീഡിങ്സ് ഒളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്, നടപടികൾ മറച്ചു വെക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൽ വളരെ ആഴത്തിലുള്ള അന്വേഷണം വേണം. ഉണ്ടാവണം. പക്ഷേ ഈ സ്വർണ്ണക്കടത്തിൽ ഗൂഢാലോചന എന്നുള്ള ആ എലമെന്റിലേക്ക് പോയിട്ടേ ഇല്ലോ അന്വേഷണ ഏജൻസി. താങ്കൾ ആർക്ക് എതിരെ നടപടി അവസാനം ചോദിച്ചാൽ അതിലേക്ക് പോയിട്ടേ ഇല്ല അന്വേഷണ ഏജൻസി. അന്വേഷണങ്ങൾ ഓൾമോസ്റ്റ് ഏതാണ്ട് അന്തരിച്ച അവസ്ഥയിലുമാണ്. താങ്കൾക്ക് അത് എന്താണ്, അതിൽ കാലാകാല അന്വേഷണം നാഷണൽ ഹെറാൾഡ് കണ്ടില്ലേ, മറ്റേ കേസ് കണ്ടില്ലേ? വസ്തുതയാണ് പറയുന്നത്. സമർപ്പിച്ച കുറ്റപത്രങ്ങൾ വെച്ചുള്ള വസ്തുതയാണ് പറയുന്നത്. സമർപ്പിച്ച കുറ്റപത്രങ്ങൾ വെച്ചുള്ള വസ്തുതയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മുന്നിൽ പൊതുസമക്ഷത്തിലുള്ള കോടതി രേഖ പ്രകാരമുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയണം. ഇപ്പൊ താങ്കൾക്ക് അതിൽ അപ്പുറം അറിയാത്ത അന്വേഷണ ഏജൻസികൾ ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് താങ്കൾ പറയുകയാണെങ്കിലും ഒക്കെ താങ്കൾക്ക് അറിവുണ്ടാകും. നമുക്കറിയാവുന്ന പൊതുസമക്ഷത്തിനും കേരളത്തിനും അറിയാവുന്ന കോടതിക്ക് അറിയാവുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ അന്വേഷണമൊന്നും ശരി അവസാനിച്ചിട്ടില്ല എന്നാണ്. കുറ്റവാളിയെയും ഒഴിവാക്കി കൊടുക്കാൻ പോകുന്നില്ല. ഓക്കെ, CPP മുസ്തഫയിലേക്ക് അബിൻ വർക്കിയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.